ചെയ്തതാണ് ദിലീപേട്ടനോടെ സീൻ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് കട്ടായി. ഓരോ രക്ഷയിൽ അഴിഞ്ഞാട്ടാണ്. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഒന്നും പറയാനില്ല. സൂപ്പർ മാസ് എന്റർടൈനർ അടിപൊളി. അടിപൊളി ഒരു രക്ഷയില്ല. ബ്രോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി ഓരോ രക്ഷയിൽ അഴിഞ്ഞാട്ടാണ്. അടിപൊളി പടം. ബ്രോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? The real comeback. ബ്രോ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ചേട്ടാ സിനിമ എങ്ങനെയായിരുന്നു? എങ്ങനെയുണ്ട് പ്രേക്ഷക അഭിപ്രായം? ജനങ്ങൾ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടാൽ സന്തോഷം. പ്രേക്ഷകർ ഇഷ്ടമാണല്ലോ ഞങ്ങൾ ആഗ്രഹം. അത് ആ ആഗ്രഹം വിജയിച്ചാൽ ഞങ്ങൾ വിജയിച്ചു. സാറ് സിനിമ കണ്ട് പൂർണ്ണ സംതൃപ്തനല്ലേ? സിനിമയിൽ പൂർണ്ണ സംതൃപ്തനല്ലേ? എന്താ കേൾക്കില്ല? സിനിമയിൽ പൂർണ്ണ സംതൃപ്തനല്ലേ? സന്തോഷം. മാസ് എന്ന് പറഞ്ഞാൽ ഗംഭീര മാസ്. ഒന്നും ചെയ്തിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകണ പോലെയല്ല. മാസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനങ്ങൾ, നമ്മൾ ഒരിക്കലും ഒട്ടും ഇതാക്കാത്ത ഗില്ലി ബാല എന്ന് പറഞ്ഞ ടീമിനെ അവൾ ഫോൺ ചെയ്യുന്നത് ആ ഒരു സാധനമാണ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള സാധനം. ഇത് ഇൻഡസ്ട്രി മൊത്തം നോക്കണ പടമാണ്. ധൈര്യമായിട്ടിരുന്നോ, ഒരു കോടി ക്ലബിൽ കയറുന്ന ഒരു പടം. അഴിഞ്ഞാടൻ അതൊക്കെ പറഞ്ഞ മാസ്. ഒരു സാധനമില്ല, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ അഴിഞ്ഞാട്ടം മാത്രമേ ഉള്ളൂ. പാട്ടൊക്കെ സൂപ്പർ ഹിറ്റുകൾ, രണ്ട് അടിപൊളി സാധനം, ഗംഭീര സാധനം. കമ്പാക്കൊന്നല്ല മനുഷ്യ, അയാളിവിടെ ഉണ്ട്. പ്രിൻസ് ഒന്നും നിങ്ങൾ കണ്ടില്ലേ? എന്തേ പറയണ? ദിലീപേട്ടൻ്റെ മാസ് ഇവിടെ തന്നെ ഉണ്ട്. അതിർക്കും മേലെയുള്ള കളികളാണ് കളിക്കുന്നത്. പ്രിൻസ് കണ്ടാതെ ആൾക്കാർ പറയോ? അല്ല, ഇതിന് ഡയലോഗ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ പിള്ളേർ അറിയത്തില്ല. ആ ഒരു ജനറേഷനിൽ എല്ലാ ജനറേഷനും തൂക്കിയടിച്ചിട്ടുള്ള കളിയാണ്. എല്ലാ ജനറേഷനും രണ്ട് നായകന്മാർ നിന്ന് കസർക്കാണ് മാസ്. അടിപൊളി മാസ്. കണ്ടില്ല? 7 വർഷം ഇത് ദിലീപേട്ടനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരു സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിരുന്നു. ആ സമയത്ത് ഇട്ട ഒരു ടീഷർട്ടാണ്. എന്തായാലും ഈ ഒരു സമയത്തിൽ അദ്ദേഹത്തിന് കോടതി വെറുതെ വിട്ടു. ആ സമയം ഒരു പടം ഇറങ്ങി, ആ പടം കാണാൻ വന്നു. ആ പടം ഗംഭീര ഹിറ്റായതിൽ വളരെയധികം സന്തോഷമായി. അടിപൊളിയാണ്, അടിപൊളിയാണ്. ഭയങ്കര ഇഷ്ടമായി. തിയേറ്ററിൽ എത്രത്തോളം നമുക്ക് കാരണം ഒരു അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു അഴിഞ്ഞാട്ടത്തിന് മുകളിൽ വെക്കാൻ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടാവും. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇനി തിരിച്ചു വരും. ഇതിനേക്കാൾ അപ്പുറത്തേക്ക് വരാൻ കിടക്കുക. ചേട്ടാ, ദിലീപേട്ടൻ തിരിച്ചു വരാൻ വേണ്ടി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ സാധാരണക്കാരും ആഗ്രഹിക്കുന്നുണ്ട് ദിലീപേട്ടൻ തിരിച്ച്. ആ ദിലീപേട്ടൻ നമുക്ക് കിട്ടി. ഇനി നല്ല നല്ല സിനിമകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കും. തിരിച്ചു വന്നു. കാരണം എല്ലാവർക്കും മനസ്സിലായി ദിലീപേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ശിക്ഷിച്ച എല്ലാവരും വെറുതെ വിട്ടു. അപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നല്ല നല്ല സിനിമകൾ നമുക്ക് മീശമതം പോലുള്ള സിനിമകൾ, പിന്നെ ലാലേട്ടൻ, രണ്ടൂര് ഗംഭീരം. ഡി ജെ ഒക്കെ പൊളിച്ചടക്കിയില്ലേ? അത് ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിരുന്നു. നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് സംഭവം തന്നെ ബാക്ക്ഗ്രൗണ്ട്.
ഒരു മാസ് മസാല എന്റർടൈനറാണ്. എല്ലാവരും തിയേറ്ററിൽ വന്നല്ലേ കാണണം. നന്നായിട്ടുണ്ടായിരുന്നു, അതെന്നെ പറയുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു, നൈസായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താണെങ്കിലും അത് തിയേറ്ററിൽ തന്നെ കാണുക. കുറേ മൂവീസിൻ്റെ റെഫറൻസസ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട മണിച്ചേട്ടൻ്റെ പാട്ടുകളിലുള്ള ഒരു സ്റ്റണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് തിയേറ്ററിൽ തന്നെ കണ്ടാലാണ് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. അത് തിയേറ്ററിൽ മിസ്സാക്കരുത്. മോഹൻലാലിൻ്റെ ആണെങ്കിലും ലാസ്റ്റ് വരുന്ന ഒരു ക്യാമിയോ റോളൊക്കെ ഉണ്ട്. അത് വെറുതെ സ്പോയിലർ ആവും പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാം. ആ പടം പോയിട്ടുള്ളത്. അപ്പം നന്നായി ചെയ്തു. സംവിധായകൻ്റെ ആദ്യത്തെ പടം തന്നെ ദിലീപിനൊരു നല്ല തിരിച്ചുവരവിന് ഇടം കൊടുത്തു. മോഹൻലാൽ കൂടുതൽ സമയത്ത് ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും ഒരു ഹരമായിരുന്നു. ആദ്യം തുടങ്ങി അവസാനം വരെ കരഘോഷത്തിൽ പോയ ഒരു സിനിമയായിരുന്നു. നന്നായി നന്നായി വളരെ നന്നായി. ദിലീപേട്ടനും ലാലേട്ടനും അഴിഞ്ഞാട്ടം തന്നെയാണ്. ഒന്നും പറയണ്ട, രണ്ടാളും വന്ന് അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ ശരി. ലാലേട്ടനെയാണോ ദിലീപേട്ടനെയാണോ കണ്ടാലേ? അടിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ പടം ഇഷ്ടപ്പെട്ടോ? ലാലേട്ടനും ദിലീപേട്ടനൊക്കെ കണ്ടായിരുന്നു. നല്ല രണ്ടാളും നല്ല കുടുംബത്തോട്ട് കണ്ടിരിക്കുകയല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, നല്ലോണം ഇഷ്ടപ്പെട്ടു പടം. എല്ലാവരും അഭിനയവും എല്ലാം നന്നായിട്ടുണ്ട്. നല്ല പടം, നല്ല സിനിമ. 2025 ലാസ്റ്റിൽ എന്താ പറയണ, നമുക്ക് ആഘോഷിക്കാനായിട്ട്, ക്രിസ്മസ് ആഘോഷിക്കാനായിട്ടൊരു സിനിമ. ഈ വർഷം ഇനി ടിക്കറ്റ് കിട്ടുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കണ്ട. എല്ലാം ബുക്കിംഗ് ആയി പോയിട്ടുണ്ടാവും. സോറി, എല്ലാം മാസം, തൊട്ടതെല്ലാം മാസം, വന്നവരെല്ലാം മാസം, നിന്നവരെല്ലാം മാസം, എല്ലാം അടിപൊളി. ഓജി അടിപൊളി. ഇനി ഇതിന് മുകളിൽ വെക്കാനില്ല. ഇതേപോലെ ഒരു മാസ സാന്നിധ്യം ഇതിന് മുകളിൽ വെക്കാനായിട്ട് വരില്ല. അത്രയും സൂപ്പർ. അത് ഒരു ഭംഗിക്ക് പറഞ്ഞ പോലെ ഉള്ളൂ. അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ കാര്യം. ഇനി ഇവിടുന്ന് ഇതിന് മുകളിൽ വെക്കാൻ വരണം, വേറെ ആരെങ്കിലും വരണം. അതല്ലാണ്ട് ഇതിന് മുകളിൽ വെക്കാൻ പറ്റൂല. അത്ര ഈ സീസണല്ല, 2025 ഈ പറയുന്ന 12 ദിവസം കൊണ്ട് 25 തൂക്കി. വെറും 12 ദിവസം കൊണ്ട് 25 തൂക്കി. ടിക്കറ്റ് കിട്ടാനില്ല, വരില്ല. ടിക്കറ്റിന് കിട്ടാൻ ചിന്തിക്കേ വേണ്ട. കേരളം കാത്തിരുന്ന ഒരു സിനിമ ഒട്ടും മോശമാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ ഒരു എൻട്രി അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ദിലീപ് വളരെ ഭംഗിയായിട്ട്, ദിലീപ് എന്നല്ല കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വളരെ ഭംഗിയായിട്ട് അവരുടെ ഓരോ റോളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നൂർ ഷെരീഫ് നല്ല കഥ, താരജോഡിയാണ്. അപ്പം എല്ലാവരും പുതിയ സംവിധായകൻ്റെയും അടിപൊളി എന്താണ് അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും കാത്തിരുന്നതിനുള്ള ഇത് എന്താണ് അത് ഒട്ടും മോശമില്ല എന്നുള്ളതാണ്. ഈ കാത്തിരിപ്പ് കേരളക്കരയാകെ എന്താണ് ഒരോളം സൃഷ്ടിക്കും. ദിലീപിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അപ്പം പല കാരണങ്ങൾ കൊണ്ട് ദിലീപിനെ ചില സമയത്ത് നമുക്കിപ്പോൾ അതിജീവിതയുടെ കാര്യത്തിലൊക്കെ നമുക്ക് ചില സമയത്തൊക്കെ എതിർപ്പുണ്ടെങ്കിലും, പക്ഷേ ഈ ഒരു കാര്യത്തിൽ സിനിമ എന്നുള്ളത് ഒരു ദിലീപിൻ്റെ മാത്രമല്ല, അതിന് പിന്നണിയിലുള്ള ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടുള്ളവരുണ്ട്. അപ്പോൾ ഒരാൾക്ക് വേണ്ടി മാത്രം ആ സിനിമയെ എന്താണ് നിരാകരിക്കുന്നവരോട് അതൊട്ടും ശരിയായ ഒരു പ്രവർത്തനമല്ല. കാരണം സിനിമ എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, അതിൽ ഒട്ടനവധി ഒഫീഷ്യൽസ്, ഒട്ടനവധി മുന്നണിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ട്. എന്തായാലും കേരളത്തിന് നല്ലൊരു ക്രിസ്മസ് സമ്മാനമാണ് ഈ പപ്പ എന്നുള്ള മൂവി. ദിലീപേട്ടൻ്റെ ഒരു പക്ക ഒരു അഴിഞ്ഞാട്ടം കണ്ടൊരു ടീമിനെയാണ്. ഒരുപാട് മാസീനുകൾ, ഒരുപാട് കയ്യടി വീണ മുഹൂർത്തങ്ങളുണ്ടായിരുന്നു, ഒരുപാട് കൂലികൾ വീണ മുഹൂർത്തങ്ങൾ. അതായത് എന്താ തിയേറ്ററിൽ പൂർവ്വം ഉണ്ടാക്കാനുള്ള എല്ലാ ലെവലുണ്ട്. എങ്ങനെ സ്ക്രീനിലുണ്ടാകുന്ന മൊമെൻറ്റും ഉണ്ടല്ലോ, ഒരു ഫാൻ പോയിന്റ് മൊമെൻറ്റും ഉണ്ടാവുമല്ലോ. എങ്ങനെയുണ്ട് ആ ഒരു മുഹൂർത്തമൊക്കെ? ആൾക്കാർ പറയട്ടെ, ഞാനൊന്നും പറയും, ഞാനെല്ലാം കേൾക്കാം. വിമർശനങ്ങളൊക്കെ ഈ തരത്തിൽ ജനപ്രിയതയുള്ള സിനിമയാണല്ലോ. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ പേടിയുണ്ടോ, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നത്? അല്ല, സിനിമ എന്ന് മാത്രം ഞാൻ കണ്ടില്ല. ഇതിന് ബാക്കി ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ആൾക്കാർ അതിനെ സ്വീകരിക്കല്ലോ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് മാത്രമേ ഉള്ളൂ. താങ്ക് യു. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. Yes! Oxygen Year-End Sale. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ-എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.